ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. വേറെ ഒന്നുമല്ല, സൺഡേ ഇപ്പോൾ ഇന്നലെ നമുക്ക് വീടിന് ചെറിയൊരു അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മിനിഞ്ഞാന്ന് പിന്നെ എനിക്ക് മടിയായി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളോട് ഷെയർ ചെയ്യാൻ, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പം ഇന്നലെ ഞാനൊരു മൂവിക്ക് പോയി. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ മൂവിക്ക് പോയി, ഇടയ്ക്കെന്നല്ല, ഒരുവിധം നല്ല മൂവീസൊക്കെ വരുമ്പോൾ പോകാറുണ്ട്. ആദ്യം സ്ഥിരമായി എല്ലാ മൂവിയും കാണുന്ന ആളായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നു മൂവിക്കൊക്കെ. കാരണം ഞാൻ നേരമില്ലായിരുന്നു, അതൊരു ഡ്യൂട്ടിയും വീടും പിന്നെ കുറച്ച് ലോങ് ആയിരുന്നു ആദ്യത്തെ ഡ്യൂട്ടിയുള്ള സ്ഥലം. അങ്ങനെ കുറച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മൂവിക്കൊക്കെ പോകാൻ തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? എൻ്റെ കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ. ഞാൻ മാസ്കൊക്കെ ഇട്ട് ഞാൻ മൂവിക്ക് പോകുമായിരുന്നു. ഇപ്പം ഞാൻ വരുന്ന എല്ലാ മൂവിയും ഒരുവിധം നല്ല മൂവികളൊക്കെ കാണും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഫാമിലിയായിട്ട് പൊന്മാൻ എന്ന് പറയുന്ന ഫിലിം പോയി കണ്ടു കേട്ടോ. തെറ്റില്ല, അങ്ങനെ എന്താ പറയുക, ഇതൊരു മൂവി പ്രമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളോട് എല്ലാം ഷെയർ ചെയ്യും പോലെ ഇതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഒരു തെറ്റില്ലാത്തൊരു സിനിമ. ഇപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുക, ഡൗറിയെ കുറിച്ച് പറയുന്നൊരു സിനിമയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കാണുക, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാം. അങ്ങനെയല്ല, മൂവി കണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് പുറത്തൊക്കെ പോയി മൂവിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണേ. അപ്പം വേറെ എന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്രസ്റ്റ് ക്യാൻസർ, HER2 പോസിറ്റീവായ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തിയ ആൾക്കാർക്ക് കുട്ടികളുണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള, ഭാവിയിൽ കുട്ടികളുണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നൊരു കമൻറ്റാണ്. അപ്പോൾ ആ കമൻറ്റ് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാനൊരു ഡോക്ടറല്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികൾ എന്നത് അത്ര ഇപ്പം ക്യാൻസർ വന്ന സമയത്ത് ആ ഒരു ടെൻഷൻ എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഫാമിലി എന്താ പറയുക, ഫില്ലപ്പ് ആയതാണ്. ഇനി കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. എനിക്ക് ദൈവം സഹായിച്ച് ഒരു മോനെയും തന്നിട്ടുണ്ട്, ഒരു മോളെയും തന്നിട്ടുണ്ട്. മൂന്നാമതൊരു കുട്ടിയെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ പ്രഗ്നൻസി നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി കുട്ടി വേണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ക്യാൻസർ വന്നപ്പം അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അയ്യോ കുട്ടികളില്ലല്ലോ, ഇനി കുട്ടികളാവുമോ, ഇനി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുമില്ല അതുകൊണ്ട്. പക്ഷേ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ഒക്കെ ബ്രസ്റ്റ് ക്യാൻസർ, ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് കുട്ടികളാവുന്നുണ്ട്. ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്. ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ്, ഒരു 3-4 കൊല്ലം ഗ്യാപ്പ് കഴിഞ്ഞ് അവർക്ക് പീരീഡ്സ്, അപ്പം ഓൾറെഡി കീമോ എടുക്കുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് സ്റ്റോപ്പാവും. പിന്നെ ആ പീരീഡ്സ് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സിനെ കണ്ട്, അവർ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറയാറുണ്ട്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മെഡിസിനൊക്കെ എടുത്തിട്ട് നമുക്ക് പീരീഡ്സ് ആവും. അപ്പം പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാവാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആരെ കാണണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നോർമലായി വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാണ്ട്, IVF IUI അങ്ങനത്തെ യാതൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ, HER2 പോസിറ്റീവായി ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആളുകൾക്ക്, സ്ത്രീകൾക്ക് കുട്ടികളുണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആരെങ്കിലും, ഇനി കുട്ടി വേണം എന്ന് പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പം ഓവറിക്കൊക്കെയാണ് വന്നതെങ്കിൽ, ഒരു ഓവറിക്കാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഓവറി മാത്രം നീക്കം ചെയ്ത് ഒരു ഓവറി നമ്മുടെ പിന്നെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക, ഭാവി തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒന്നും പേടിക്കേണ്ട.
നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്നോട് ഡോക്ടർ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ചോദിച്ചിരുന്നു, ആതിര ഇനിയൊരു കുട്ടിക്ക് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഹോർമോൺ നിർത്തി വെച്ചുകൊണ്ടുള്ള ഇഞ്ചക്ഷൻ 3 മാസം കൂടുമ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഓവറി നീക്കം ചെയ്യാം എന്ന് ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കിനി കുട്ടികൾ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ഓവറി നീക്കം ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ ഓവറിയുടെ ഫങ്ഷൻ നിർത്തി വെക്കുന്ന ഇഞ്ചക്ഷൻ വെക്കില്ല. ഇപ്പം എൻ്റെ ഓവറി നീക്കം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അതിനുള്ള ഒരു ആരോഗ്യ അവസ്ഥയിലല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് എൻ്റെ ഹോർമോണുകളെ അവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2.5 വർഷക്കാലമാണ് എന്നോട് ആ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഈ ഇഞ്ചക്ഷൻ ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്, എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, എൻ്റെ ഓവറെ റിമൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2025 തന്നെ ഓവർ റിമൂവ് ചെയ്യുന്ന സർജറി കൂടി ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആരും അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. നിങ്ങൾ HER2 പോസിറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ HER2 നെഗറ്റീവ് ആണെങ്കിലോ എങ്ങനെയായാലും വേണ്ടില്ല, നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമലായി തന്നെ കുട്ടികൾ ഉണ്ടാവുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ നോർമലായി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ തന്നെ കുട്ടികൾ ഉണ്ടായ ആൾക്കാരെയും അറിയാം, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുട്ടികൾ ഉണ്ടായ ആൾക്കാരെയും അറിയാം. അതുകൊണ്ട് അതൊന്നും ആലോചിച്ചാലും ടെൻഷൻ ആവേണ്ട. നല്ലൊരു വന്ന കമൻറ്റാണിത്. ഞങ്ങൾക്ക് HER2 പോസിറ്റീവായ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു ഇനി കുട്ടി ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തത് കൊണ്ട്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞാനതിനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ ഒന്നുമില്ല. എനിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനെയാണ് കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ ഇത്ര മാത്രം എനിക്ക് പറയാനറിയാം. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണം എന്ന് ഭാവിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഗർഭപാത്രം ഒന്നും എടുത്തു മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ കുട്ടികൾ ഉണ്ടാവുന്നതിന് പ്രശ്നം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും. ട്രീറ്റ്മെൻറ്റ് വേണമെന്നേ ഉള്ളൂ. ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. പീരീഡ്സ് വേഗം ആവുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1-2 വർഷമൊക്കെ ചിലപ്പം ചിലർക്ക് പീരീഡ്സ് ഇല്ലാതിരിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ആ പീരീഡ്സ് തിരിച്ചു വരും. ഇത് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു 25 തൊട്ട് ഒരു 40 വയസ്സ് വരെയുള്ള ആളുടെ കാര്യമാട്ടോ ഞാൻ സംസാരിക്കുന്നത്. ചിലർക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ പീരീഡ്സ് ഈ ഒരു കീമോയോട് കൂടെ സ്റ്റോപ്പ് ആവാനും സാധ്യതയുണ്ട്. അപ്പം അത് ഹോർമോൺ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് മെനോപോസ് ആയോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും. അപ്പം ഇത്രയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അതിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, കുട്ടികൾ ഉണ്ടാവും. അതിൽ HER2 പോസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താണെന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിലില്ല. എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചതാണ് കുട്ടികൾ ഇനി കുട്ടികൾക്ക് പ്ലാൻ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഹോർമോൺ നിർത്തി വെച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ മുന്നോട്ടുള്ള യാത്ര വളരെ സന്തോഷത്തോടു കൂടി തന്നെ പോകും. പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എല്ലാം പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.